ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റോട്ട് എക്സ്പ്ലെയിൻ. ഇനി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് പാൻതീസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. പാൻതീസ് എന്ന് പറയുമ്പം അത് പലവരും ഐൻസ്റ്റീൻ വിശ്വസിച്ചിരുന്നു, ഐൻസ്റ്റീൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പലവരും പറയുന്നത് കേൾക്കാം. ഐൻസ്റ്റീൻ ദൈവവിശ്വാസിയായിരുന്നു. ഇത് ദൈവവിശ്വാസികൾ ആരോപിക്കുന്ന അവർ തരുന്നൊരു ആർഗ്യുമെൻ്റായിട്ട് പറയുന്നതാണ് ഐൻസ്റ്റീൻ വരെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതാണെന്ന്. ഞാൻ ദൈവവിശ്വാസികൾക്കെതിരെയോ അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ അല്ല. ജസ്റ്റ് പാൻതീസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൻ്റെ മാത്രം അതിൻ്റെ കുഴപ്പങ്ങളും അത് പോസിബിൾ ആണോന്നും അത് മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ദൈവവിശ്വാസികൾക്കെതിരെയുള്ളൊരു വീഡിയോ അല്ല. ദൈവവിശ്വാസികൾക്ക് വിശ്വസിക്കാൻ വേണമെങ്കിൽ ഒരു നമ്മുടെ വേൾഡിലെ ലോകം ഉണ്ടായതിനൊരു ക്രിയേറ്റർ ആവശ്യമുണ്ടെന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. അത് അവരുടെ ഇഷ്ടമാണ്, അതൊരു വിശ്വാസം മാത്രമാണ്. ഇപ്പം എത്തീസ്റ്റ് ആണെങ്കിൽ എത്തീസ്റ്റുകൾക്കും ദൈവം ആവശ്യമില്ല, യൂണിവേഴ്സ് ഉണ്ടാകാൻ ദൈവം ആവശ്യമില്ല എന്നും വിശ്വസിക്കാം. അത് അവരുടെ മാത്രം ഇഷ്ടമാണ്, രണ്ടുപേരുടെയും ബിലീഫാണത്. എത്തീസമാണേലും തീസമാണേലും ദൈവം ഉണ്ടെന്നോ ദൈവം ഇല്ലയെന്നോ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു അറിവല്ല, വിശ്വാസം മാത്രമാണെന്ന് മനസ്സിലാക്കുക. അതേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അറിവാകണമെങ്കിൽ ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ് ആവണം, എന്നാലേ അതായത് നമ്മൾ വിശ്വസിക്കുന്നത് ജസ്റ്റിഫൈഡ് ആവണം, അത് ട്രൂവും ആവണം, എന്നാൽ മാത്രമേ അത് അറിവായി മാറത്തുള്ളൂ. അപ്പോൾ രണ്ടും വിശ്വാസമാണെന്നുള്ള രീതിയിൽ കണക്കാക്കുക. ഞാനിത് ആർക്കും എതിരെ ചെയ്യുന്നൊരു വീഡിയോ ഒന്നുമല്ല. ജസ്റ്റ് പാൻതീസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ കുറിച്ച് പലവരും ഐൻസ്റ്റീൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ പോകാറുണ്ട്. അപ്പം ആ കോൺസെപ്റ്റും അത് ലോജിക്കലി പോസിബിൾ ആണോ എന്നുള്ളതിനൊരു എക്സ്പ്ലനേഷൻ മാത്രമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐൻസ്റ്റീൻ റിലീജിയനിലൊന്നും വിശ്വസിക്കുന്നില്ല, പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന്. അത് പറയാനുണ്ടായ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂവിലാണെന്ന് തോന്നുന്നു. ക്വാണ്ടം ഫിസിക്സിനെ പറ്റി ഐൻസ്റ്റീനോട് ഒരാൾ അഭിപ്രായം ചോദിച്ചപ്പം ക്വാണ്ടം ഫിസിക്സ് പോസിബിൾ ആണോ, അതായത് ഇപ്പോഴല്ല ഇപ്പം പോസിബിളാണെന്ന് നമുക്കറിയാം. ഇപ്പം നമ്മൾ കാണുന്ന ട്രാൻസിസ്റ്ററും ഇതൊക്കെ ക്വാണ്ടം ഫിസിക്സിൻ്റെ ആപ്ലിക്കേഷനാണ്. ഈ ട്രാൻസിസ്റ്റർ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ മോഡേൺ കമ്പ്യൂട്ടർ ഇതൊന്നും വർക്ക് ആവത്തില്ല. നമുക്ക് തന്നെ അറിയാം, ഇപ്പം ഒരു 4GB റാം എടുക്കുകയാണെങ്കിൽ അതിൽ 3500 ട്രാൻസിസ്റ്റർ കപ്പാസിറ്റർ കോമ്പിനേഷൻ ഉണ്ടാകും. ഇതിനെ ബേസ് ചെയ്താണ് അത് പ്രവർത്തിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇപ്പം നമുക്കറിയാം സിസ്റ്റത്തിനകത്തെല്ലാം വർക്ക് ചെയ്യുന്നത് ബൈനറി ഡിജിറ്റ്സായ 1 0 പ്രകാരമാണ്. ഇതിനകത്ത് 1ഉം 0 എന്ന് പറയുന്നത്, 1 എന്ന് പറയുമ്പോൾ ട്രാൻസിസ്റ്റർ കപ്പാസിറ്റർ കോമ്പിനേഷൻ ചാർജ്ഡ് സ്റ്റേറ്റിലാണേ 1 എന്ന് പറയും, അത് അൺചാർജ്ഡ് സ്റ്റേറ്റിലാണേ 0 എന്ന് പറയും. അപ്പം ഈ ട്രാൻസിസ്റ്റർ കപ്പാസിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്കൂളിൽ ഇപ്പോൾ +2 വരെ പഠിച്ചവർക്കാണെങ്കിൽ ട്രാൻസിസ്റ്ററും കപ്പാസിറ്റർ പറയാം. അപ്പോൾ അവർ കണ്ടിട്ടുണ്ടാകും ആ വലുപ്പത്തിലുള്ള ട്രാൻസിസ്റ്ററും കപ്പാസിറ്ററും അല്ല, ഇത് അതിൻ്റെയും കുറച്ചുകൂടി ചെറിയ വേർഷനാണ്. അപ്പം ഇന്നത് പോസിബിൾ ആണെന്നറിയാം ക്വാണ്ടം മെക്കാനിക്സ്. പക്ഷേ അന്ന് 1925 നീൽസ് ബോർ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ക്വാണ്ടം മെക്കാനിക്സ് എന്താണെന്ന് ആർക്കും ഇതൊരു മര്യാദയ്ക്ക് അതെന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ മാത്തമാറ്റിക്സ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, അതുകൊണ്ട് മാത്രമാണ് അത് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്കലി അത് കൊണ്ടുവന്നത് ആദ്യമായിട്ട്. അപ്പം ഐൻസ്റ്റീൻ അതിനെ എതിർക്കുകയുണ്ടായി. അപ്പം ഐൻസ്റ്റീൻ പറയുകയുണ്ടായി, എനിക്ക് തോന്നുന്നില്ല ദൈവം മനുഷ്യരെ വെച്ച് പകിട കളിക്കുമെന്ന്. പക്ഷേ ഐൻസ്റ്റീൻ അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ റിലീജിയനിലൊന്നും വിശ്വസിക്കുന്നില്ല, പക്ഷേ ഒരു സ്പിനോസേൻ്റെ ഗോഡിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഐൻസ്റ്റീൻ തന്നെ വേറൊരു കത്തിലൊരു ഫ്രണ്ടിനെ എഴുതുകയുണ്ടായിട്ടുണ്ടായിരുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം രോഗികളാണെന്ന്. ഇത് ഞാൻ ദൈവവിശ്വാസികൾക്കെതിരായിട്ട് പറയുന്നൊന്നുമില്ല, അത് ഐൻസ്റ്റീൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെന്തെങ്കിലും ആവട്ടെ, അത് ഐൻസ്റ്റീൻ്റെ വിശ്വാസം. അപ്പം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്പിനോസയുടെ ഗോഡ്, അതായത് പാൻതീസം ഫിലോസഫിയിലുള്ളൊരു കോൺസെപ്റ്റാണ്. ഇത് സ്പിനോസയാണ് ഈ പാൻതീസം തുടങ്ങി വെച്ചത്. അതായത് സ്പിനോസയ്ക്ക് ഭയങ്കര കൗതുകമായിരുന്നു, സ്പിനോസ എന്ന് പറയുന്ന വ്യക്തിക്ക് ദൈവമുണ്ടോ ദൈവമില്ലയോ എന്ന്. അപ്പം അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിച്ച് അദ്ദേഹത്തിന് കിട്ടിയൊരു ഉത്തരമാണ് എന്താണ് ദൈവം എന്നുള്ളതിനൊരു ഉത്തരമാണ് പാൻതീസം. അതായത് പാൻതീസം എന്ന് പറയുമ്പം തീസം എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ദൈവവിശ്വാസം ഇല്ലെങ്കിൽ അതിന് പറയുന്നതാണ് തീസം. അപ്പം തീസം എന്നൊക്കെ കേട്ടില്ലേ. അപ്പം പാൻ എന്ന് വെച്ചാൽ സർവ്വം എന്നാണ് അർത്ഥം. പാൻ ഇന്ത്യ എന്നൊക്കെ പറയത്തില്ലേ, പാൻ സെക്ഷൽ പാൻ ഇന്ത്യ. പാൻ എന്ന് വെച്ചാൽ സർവ്വം എന്നാണ് അർത്ഥം. അപ്പം പാൻതീസം എന്ന് പറഞ്ഞാൽ സർവ്വവും ദൈവം, അതായത് എല്ലാം ദൈവമാണ്, ഞാനും നീയും ദൈവമാണ്, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ദൈവമാണ്, ഒരു കല്ലാണെങ്കിൽ തന്നെ അത് ദൈവമാണ്, ഈ ചുറ്റുപാടുള്ള എല്ലാം ദൈവമാണ്. അതായത് ഈ യൂണിവേഴ്സിനെ ആരാ ഉണ്ടാക്കി, അതിനെ ആ ക്രിയേറ്ററിനെ ആണല്ലോ നമ്മൾ ഗോഡെന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ആ ക്രിയേഷൻ തന്നെയാണ് ക്രിയേറ്റർ, യൂണിവേഴ്സ് തന്നെയാണ് ക്രിയേറ്റർ. ഈ ലോകത്ത് കാണുന്ന എല്ലാത്തിനും കോൺഷ്യസ്നെസ് ഉണ്ടെന്നാണ് അത് പ്രകാരം പറയുന്നത്. ഒരു കല്ലിനാണേലും കോൺഷ്യസ്നെസ് ഉണ്ട്, മനുഷ്യനാണേലും കോൺഷ്യസ്നെസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ കോൺഷ്യസ്നെസ്സിന്
എൻ്റെ അളവ് മാത്രമേ വ്യത്യാസമുള്ളൂ എന്നത്. ഇപ്പം നമുക്കാർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരത്തില്ല, എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല, നിങ്ങൾക്കും സാധിക്കണമെന്നില്ല. അതിനി ഉൾക്കൊള്ളുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ അതെന്താണെങ്കിൽ തന്നെ ആ കോൺസെപ്റ്റ് ശരിക്കും ഇല്ലോജിക്കലാണ്. കാരണം ഒരിക്കലും ക്രിയേറ്ററും ക്രിയേഷനും ഒന്നാകാൻ പറ്റത്തില്ല ഫിലോസഫി പ്രകാരം. ഇപ്പം എന്തേലും എന്താ പറയണ്ടേ, ഇപ്പോൾ ക്രിയേഷനും ക്രിയേറ്ററും ഒന്ന് തന്നെയാണെന്ന് വിചാരിച്ചോ. ഇപ്പം അങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതായത് ക്രിയേറ്ററും ക്രിയേഷനും ഒന്ന് തന്നെയാണെന്നല്ല, ലൈക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ടായിരുന്നു. അതായത് അത് തിയറി അല്ല, ഹൈപ്പോത്തിസിസ് ആയിരുന്നു. അതിപ്പം റോങ് ആക്കി, ലൈക്ക് ഡിസ്പ്രൂവ് ചെയ്ത് ഡീബങ്ക് ചെയ്തിട്ടാണ് ഈ ബിഗ് ബാങ് തിയറി വന്നത്. ബിഗ് ബാങ് തിയറിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തിയറിയാണ്, അത് പ്രൂവ് ചെയ്തതാണ്. ആദ്യം ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടായിരുന്നു, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ് ലോകം, അതായത് പ്രപഞ്ചത്തെ ആരും ഉണ്ടാക്കിയിട്ടില്ല, പ്രപഞ്ചം ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. നമ്മളിപ്പോൾ നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ട് അല്ല ദൈവത്തിന് അല്ല പ്രപഞ്ചത്തിനെ ആരെങ്കിലും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലേന്ന്. പക്ഷേ അത് നമ്മുടെ നോർമൽ യുക്തി, അതായത് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കാണുന്ന യുക്തി പ്രകാരമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ എല്ലാത്തിനും ആരെങ്കിലും ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ആ യുക്തിയിലാണ് നമ്മളത് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് അത്രയും ക്വാണ്ടം മെക്കാനിക്സ് നമ്മുടെ കോമൺ സെൻസിന് എതിരെ ഉള്ളതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഐൻസ്റ്റീനെ കുറിച്ച് ക്വാണ്ടം മെക്കാനിക്സിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ തന്നെ കാരണം. ക്വാണ്ടം മെക്കാനിക്സ് അത്രയും കോംപ്ലിക്കേറ്റഡ് ആവാനും കാരണം അത് നമ്മുടെ യുക്തിക്കെതിരാന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ അത് ഇല്ലയെന്നല്ല, നമ്മുടെ യുക്തിക്കെതിരാന്നുള്ളൂ. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിരുന്നത് നമ്മൾ ലോജിക്കൽ ബീയിങ് അല്ല, പക്ഷേ നമ്മൾ ചുറ്റുപാടിൽ നിന്ന് ആണ് നമ്മൾ ലോജിക്കൽ ബീയിങ് ആയി മാറുന്നത്. നമ്മൾ ചുറ്റുപാടിൽ നിന്ന് കാണുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, പക്ഷേ ആ ചുറ്റുപാടിൽ നിന്ന് കാണുന്ന യുക്തി അത് എല്ലായിടത്തും ശരിയാണെന്നില്ല. ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ആശയം അങ്ങനെ ഒരു ഇതിൽ നിന്ന് പൊട്ടിമുളച്ചതാണ്. കാരണം ശരിക്കും എന്താണ്, നമ്മളൊരു സാധനം ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ ഒരു ചേഞ്ചാണ്, ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. എല്ലാം ചേഞ്ചാണ്, മാറ്റം മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. അപ്പം പ്രപഞ്ചം ഓൾറെഡി ഉള്ളതാണ്, അതിനകത്തൊന്നും ഉണ്ടാകുന്നില്ല, അവിടെ ചേഞ്ചാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു കൊച്ചുണ്ടാകുമ്പം അതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാമല്ലോ. ഇപ്പം സ്പേമും ഓവവും അത് തമ്മിൽ കൂട്ടി യോജിച്ച് സൈഗോട്ട് ഉണ്ടാകും. അങ്ങനെയാണ്, അതിനോരോ പ്രോസസ്സുണ്ട്. അത് വലുതായി വരണേ എനർജി വേണം. എനർജി കിട്ടുന്നത് നമുക്ക് ഭക്ഷണത്തിൽ നിന്നാണ്, ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്നതാണ്. പുറത്തുനിന്ന് അത് ആ ഭക്ഷണ സ്രോതസ് ഉണ്ടാകാൻ ഓരോ കാരണം വേണം. എല്ലാം ചേഞ്ചാണ്. ഈ എനർജിയും മാറ്ററും എല്ലാം ഒന്ന് തന്നെയാണ്. ലൈക്ക് ഒരു സാധനത്തിൻ്റെ രണ്ട് ഫോമാണ് എനർജിയും മാറ്ററെന്ന് ഐൻസ്റ്റീൻ തന്നെ E=mc² എന്ന് പറഞ്ഞ ഇക്വേഷനിലൂടെ നമുക്ക് പറഞ്ഞു തന്നതാണ്. അപ്പം നമുക്കറിയാം പ്രപഞ്ചത്തിൻ്റെ നെറ്റ് എനർജി 0 ആണ്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടായിന്ന് പറയാം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടായിന്ന് പറയാം. അപ്പോൾ അതൊരു ക്രിയേഷൻ ആകത്തില്ല, അത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടായി. പക്ഷെ അവിടെ ക്രിയേറ്റർ ഇല്ല. ക്രിയേറ്ററും ക്രിയേഷനും ഒന്നാവാൻ സാധിക്കത്തില്ല. ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ ക്രിയേഷനെ സൃഷ്ടിച്ച ആളാണ്. അല്ലാതെ ക്രിയേറ്ററും ക്രിയേഷനും ഒന്നാവുകയാണെങ്കിൽ അങ്ങനെ അവിടെ ഒരു ക്രിയേഷനും നടന്നിട്ടില്ല, അവിടെ ഒരു ക്രിയേറ്ററും ഇല്ല. അത് ജസ്റ്റ് വെറുതെ ഉണ്ടായി. ഇപ്പോൾ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസിലൊക്കെ തന്നെ പല നമ്മൾ ഇത് കാണാറുണ്ട്, മെത്തേഡ്സ് കാണാറുണ്ട്, പ്രോസസ്സ് കാണാറുണ്ട്. ക്വാണ്ടം ഫ്ലക്ച്വേഷൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാകുന്നതൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ അതിനൊരു ആ സാധനത്തിനെ തന്നെ ക്രിയേറ്റർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പം അത് ഒരു ലോജിക്കലി പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. ആ കോൺസെപ്റ്റ് തെറ്റാന്നല്ല, ലൈക്ക് കോൺസെപ്റ്റും ആരും അംഗീകരിക്കണമെന്നില്ല. പക്ഷേ ഈ കോൺഷ്യസ്നെസ്സിൻ്റെ കാര്യം പറഞ്ഞൊക്കെ, പക്ഷെ അതൊരിക്കലും ലോജിക്കലി പോസിബിൾ അല്ല. അതിനെ ഗോഡ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം ഗോഡ് എന്ന് വെച്ചാൽ ക്രിയേറ്റർ എന്നാണ് അർത്ഥം. അത് ക്രിയേറ്റർ എന്ന് പറയുന്നത് യുക്തിക്കെതിരാണ്. അപ്പം ഇത്രയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എൻ്റെ വീഡിയോ ഞാൻ പൊതുവേ പറഞ്ഞിരുന്നു ഞാൻ ഷോർട്ട് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷേ ലെങ്തി ആയി പോകുന്നതിൽ ക്ഷമിക്കണം. ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടോ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടൊന്നും അല്ല ചെയ്യുന്നത്. എൻ്റെ വീഡിയോയുടെ ക്വാളിറ്റിയും പോറാണ്. കാരണം ഞാൻ ചുമ്മാ എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. മനസ്സിൽ തോന്നുന്നതെന്ന് വിചാരിച്ചാൽ എനിക്ക് വായി തോന്നി വിളിച്ച് പറയുന്നതല്ല. എനിക്കുള്ള ഞാൻ ഇതിനു മുമ്പ് കേട്ടതായ അറിവുകളും അതും ഇതൊക്കെ വെച്ച് എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇങ്ങനെ പറയാൻ തോന്നുമ്പോൾ പറയുന്നൊന്നേ ഉള്ളൂ. അല്ലാതെ ഞാനിത് പ്രിപ്പയർ ചെയ്ത് പഠിച്ചോ എന്ന് പറയുന്നൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ലൈക്ക് സാധാരണ ചെയ്യുന്ന വീഡിയോസ് പോലെ അല്ലല്ലോ. എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ചുമ്മാ ഇങ്ങനെ എന്തെല്ലോ വായി തോന്നി വിളിച്ച് പറയല. വായി തോന്നി വിളിച്ച് പറയാമെന്നല്ല, അങ്ങ് പറഞ്ഞങ്ങ് പോലെ. അതുകൊണ്ടാണിപ്പം ചെറിയ വീഡിയോ ആക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് പറഞ്ഞു പോകുമ്പോൾ അങ്ങ് ലെങ്തി ആയി പോവുക ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്ക്രിപ്റ്റൊന്നും ഇല്ലാതെയാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്സ്.